മോദി സ്തുതിയിൽ ശശി തരൂരിനെതിരെ കോൺഗ്രസ് മുഖപത്രം. തരൂരിന്റെ വാഴ്ത്തുപാട്ട് അവസരവാദമെന്ന വീക്ഷണം. ട്രംപിന് മുന്നിൽ തരൂരിന്റെ നയതന്ത്ര നീക്കങ്ങൾ തകർന്നടിഞ്ഞെന്നും പരിഹാസം. ശശി തരൂരിനെതിരെ കടുത്ത നിലപാടെടുക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. തരൂരിന് അനുകൂലമായി സർവേ നടത്തിയ വോട്ട് വൈബിൻ ഏജൻസിക്കെതിരെ ആരോപണം. കേരളത്തിൽ മാത്രം സർവേ നടത്തുന്നതിലെ താൽപര്യമാണ് തരൂർ വിദഗ്ധർ സംശയിക്കുന്നത്. മറ്റ് നേതാക്കൾക്ക് ജനപിന്തുണ ഇല്ലെന്ന് വരുത്താനാണ് സർവേ നടത്തിയതെന്ന ആരോപണം. പല നേതാക്കളും തരൂരിനെ പുറത്താക്കണമെന്ന വികാരം ഹൈക്കമാൻഡിനെ അറിയിച്ചു. റോഷി ബാലും നോബൽ മാരിക്കാരനും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം റോഷിയിലേക്ക്. റോഷി, മതി ഇനി തരൂരിന്റെ കളികൾ എന്ന മട്ടിലാണോ കേരളത്തിലുള്ള പോക്ക്? വീക്ഷണം പത്രം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാ തോന്നുന്നത്. ഇതേവരെ വീക്ഷണം പത്രം ഇത്ര കടുപ്പിച്ച് എഴുതിയിട്ടില്ല തരൂരിനെതിരെ, അല്ലേ? അരുൺകുമാർ, തരൂർ പരിധി കടക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ സഹിക്കുന്നതിനും അപ്പുറത്തേക്ക് തരൂർ പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് നിരന്തരം മോദിയെയും പിണറായിയും ഒക്കെ പുകഴ്ത്തുകയാണെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതാക്കൾക്ക്. മാത്രവുമല്ല, തരൂർ ലക്ഷ്യമിടുന്നത് പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ തരൂരിനെതിരെ ഇനി നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഭൂരിഭാഗം നേതാക്കൾക്കുമുണ്ട്. പ്രവർത്തക സമിതിയിൽ നിന്നും പുറത്താക്കിയാൽ മതി, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാതെ പ്രവർത്തക സമിതിയിൽ നിന്നും തരൂരിനെ മാറ്റണമെന്ന ആവശ്യമാണ് സംസ്ഥാന കോൺഗ്രസിനകത്ത് ശക്തമാകുന്നത്. പക്ഷേ ദേശീയ നേതൃത്വം ഇതേ നിലപാടല്ല. ഏതായാലും സംസ്ഥാനത്തെ നേതാക്കൾക്ക് തരൂരിനോടുള്ള താല്പര്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. നേരത്തെ തരൂരിന് അനുകൂലമായ ഒരു നേതൃനിര യുവാക്കളടക്കമുണ്ടായിരുന്നു. അവരൊക്കെ തരൂരിനെ കൈവിട്ടുവെന്ന സൂചനകളും പുറത്തു വരുന്നു. ഇപ്പോൾ പാർട്ടിയുടെ മുഖപത്രമായ വീക്ഷണത്തിൽ ശക്തമായ വിമർശനവുമായി രാഷ്ട്രീയകാര്യ സമിതി അംഗത്തിൻ്റെ ലേഖനം, അത് പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ലേഖനം ജോൺസൺ എബ്രഹാം എഴുതിയത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി അതിൻ്റെ തുടർച്ചയായി നയതന്ത്ര ചർച്ചകൾക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് നടത്തിയ യാത്ര, ആ യാത്രയെ പരിഹസിച്ചുകൊണ്ടുള്ള എഴുത്താണ് ഇന്ന് പാർട്ടി മുഖപത്രത്തിൽ ഉണ്ടായിരിക്കുന്നത്. തരൂരിൻ്റെ നയതന്ത്ര നീക്കം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന വിമർശനമാണ് ആ ലേഖനത്തിലുള്ളത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് തരൂരിനെ പൂർണ്ണമായും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം പുറന്തള്ളുന്നു, മാറ്റി നിർത്തുന്നു എന്നതിന്റെ സൂചനയായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും. ഓക്കെ, നോബൽ മാരിക്കാരൻ കൂടി ഡൽഹിയിൽ നിന്നുണ്ട്. നോബൽ, ഡൽഹിയിൽ AICCയിലെ നേതാക്കളോട് സംസ്ഥാനത്തെ ചില നേതാക്കൾ ശശി തരൂരിനെതിരെയുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയതായിട്ടാണ് സൂചന. പാർട്ടി വിടാനുള്ള നീക്കം എന്ന നിലയിലാണോ ദേശീയ നേതൃത്വവും ശശി തരൂരിന്റെ ഈ നീക്കങ്ങളെ കാണുന്നത്? ഏറ്റവും ഒടുവിൽ ലണ്ടനിൽ പോയി പ്രസംഗിച്ചതും മോദിക്ക് അനുകൂലമായിട്ടാണ്. അരുൺ, കോൺഗ്രസ് രാഷ്ട്രീയം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ശശി തരൂരാണെന്ന് പാർട്ടിയും നേതാക്കളും പ്രവർത്തകരും തിരിച്ചറിഞ്ഞ സമയത്താണ് നമ്മൾ ഉള്ളത്. പാർട്ടിയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് കേരളത്തിലെ നേതാക്കൾ മാത്രമല്ല, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇതിനോടകം തന്നെ ഹൈക്കമാൻഡിനോട് തരൂരിനെതിരെ നടപടിയെടുക്കണം എന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, തരൂർ ഇതിനോടകം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി, മാനസികമായി പാർട്ടിക്ക് പുറത്താണ് എന്ന കാര്യവും നേതാക്കൾ ഹൈക്കമാൻഡ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. പക്ഷേ എങ്കിൽ പോലും ഇതുവരെ ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ഹൈക്കമാൻഡ് പോയില്ലെന്ന് മാത്രമല്ല, ഇക്കാര്യം പറഞ്ഞ പല വക്താക്കളോടും വിവാദങ്ങളിൽ ഒരു തരത്തിലും പ്രതികരിക്കരുതെന്ന് നിർദ്ദേശം നൽകുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇത് വലിയ തരത്തിൽ പ്രവർത്തകർക്കിടയിൽ, പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് വക്താക്കൾക്കിടയിൽ പോലും വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നിരന്തരം ഇത്തരത്തിൽ അടിയന്തരാവസ്ഥയെ അടിയന്തരാവസ്ഥ വിമർശിച്ച് സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പല വിഷയങ്ങളിലും കോൺഗ്രസിനെ ശക്തമായി വിമർശിക്കുന്നു, മോദിയെ പ്രശംസിക്കുന്നു. അത്തരം നിലപാട് സ്വീകരിക്കുന്ന തരൂരിനോട് എങ്ങനെ മിണ്ടാതെ നിശബ്ദരായിരിക്കും എന്നാണ് കോൺഗ്രസ് വക്താക്കളടക്കം ചോദിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്താണെങ്കിലും നേതൃത്വം കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു തരൂരിന്റെ വഴി അത് കോൺഗ്രസിന് പുറത്തേക്കുള്ള വഴി തന്നെയാണ്. പക്ഷേ തരൂർ ഇവിടെ നിന്ന് അച്ചടക്ക നടപടി സ്വീകരിച്ചു ഒരു ഇരവാദം ഉയർത്തി BJP-യിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പദവിയിലേക്ക് പോവുകയാണെങ്കിൽ അതിനുള്ള വഴി ഒരുക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു നടപടിയെടുക്കാത്തതും ഇതിലൊന്നും പ്രതികരിക്കാതെയും ഹൈക്കമാൻഡ് ഇരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളാകട്ടെ, പ്രത്യേകിച്ച് KC വേണുഗോപാലോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളൊന്നും ഇതിൽ ഈ നിമിഷം വരെ ഒരു പ്രതികരണത്തിന് പോയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ നേതാക്കൾ ഇതിനോട് തന്നെ KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കളുമായി സംസാരിക്കുമ്പോഴൊക്കെ ഈ പരാതി അറിയിച്ചിരിക്കുന്നു. ഒപ്പം ദേശീയ നേതാക്കളും നിരന്തരം ഈ പരാതി തരൂരിനെ പുറത്താക്കുകയും തന്നെയാണ് നേതാക്കൾ ഹൈക്കമാൻഡിനോട് വ്യക്തമാക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. റോഷി, അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ തരൂരിങ്ങനെ പുകഞ്ഞിരിക്കുകയാണ്. ഇനി പുകഞ്ഞ് പുറത്തു പോവോ അത് ഉള്ളിൽ തന്നെ തുടരുമോ എന്നതാണ് അറിയേണ്ടത്. ഒരു കാര്യം, തരൂരിനെ ഇപ്പോൾ നേതാക്കൾ വിശേഷിപ്പിക്കുന്നത് BJP-യുടെ അന്തർദേശീയ വക്താവായിട്ടാണ് തരൂരിനെ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ വിശേഷിപ്പിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തി.